രാജീവ് ചന്ദ്രശേഖർ കേരളത്തിന്റെ BJPയിലെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ തന്നെ കേരളത്തിലെ BJP പ്രവർത്തകർക്കും അതോടൊപ്പം തന്നെ നേതാക്കൾക്കുമെല്ലാം വലിയ പ്രതീക്ഷയായിരുന്നു. അദ്ദേഹത്തിന്റെ വരവ് വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ BJPക്ക് ഗുണം ചെയ്യുമെന്നും അദ്ദേഹത്തിന്റെ ഈ ജീവിത രീതി തന്നെ ഉണ്ടല്ലോ, ചരിത്രം തന്നെ ഉണ്ടല്ലോ, എപ്പോഴും വിജയിക്കുക എന്നത് മാത്രമാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അങ്ങനെ ഒരു വ്യക്തി കേരളത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇവിടെയും വിജയം പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അപ്രതീക്ഷിതമായാണ് അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ വലിയ രീതിയിൽ വിമർശനം ഉണ്ടായിരിക്കുന്നത്. പാർട്ടിക്കുള്ളിൽ അദ്ദേഹത്തിനെതിരെ വലിയ രീതിയിൽ വിമർശനം ഉണ്ടാവുകയാണ്. അദ്ദേഹം ചില ഗ്രൂപ്പുകൾക്ക് വേണ്ടി സംസാരിക്കുന്നു, പിന്നീട് കന്യാസ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട അനാവശ്യമായ ഇടപെടൽ നടത്തി, ധൂർത്താണ്, കോടാനുകോടി 2.5 കോടി രൂപയാണ് ഒരു മാസം ചിലവഴിക്കുന്നത് എന്ന രീതിയിലുള്ള പല വിമർശനങ്ങളും ഉണ്ടാകുന്നു. ഇത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം, കേരള രാഷ്ട്രീയത്തെ ഞെട്ടിച്ചുകൊണ്ട്, കേരളത്തിലെ കോൺഗ്രസിനെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും ഞെട്ടിച്ചുകൊണ്ട്, രാഷ്ട്രീയ നിരീക്ഷകരെ ഞെട്ടിച്ചുകൊണ്ട് വലിയ രീതിയിൽ മുന്നേറ്റമുണ്ടാക്കി. 19% വോട്ട്, അതോടൊപ്പം തന്നെ ഒരു സീറ്റിൽ വിജയം, തിരുവനന്തപുരത്ത് 2ാം സ്ഥാനം, ആലപ്പുഴയിലും ആറ്റിങ്ങലും കാസർഗോഡും കണ്ണൂരും പാലക്കാടും അടക്കമുള്ള എല്ലാ മണ്ഡലങ്ങളിലും വലിയ രീതിയിലുള്ള വോട്ട് വർധനവ്. അങ്ങനെ പാർട്ടി വലിയ രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് രാജീവ് എത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായും വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും വിജയം കൊയ്യുക എന്നത് രാജീവിന്റെ കർത്തവ്യമാണ്. അങ്ങനെ അദ്ദേഹം തന്റെ കർത്തവ്യവുമായി മുന്നോട്ട് പോകുമ്പോഴാണ് അദ്ദേഹത്തിനെതിരെ പാർട്ടി പ്രവർത്തകർ രംഗത്ത് വരുന്നത്. ഇപ്പോൾ തന്നെ ചില BJPയുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ രാജീവിനെതിരെ വിമർശനം വരുന്നു. അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത്, അദ്ദേഹം എന്താണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വയ്ക്കുന്ന ഒരു തന്ത്രം. പക്ഷെ അദ്ദേഹത്തിന് വേണ്ടി വലിയ രീതിയിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. മുൻകാലങ്ങളെ പോലെ എല്ലാ 30 ജില്ലാ കമ്മിറ്റികളാക്കിയിട്ടുണ്ട്. പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നു. അദ്ദേഹത്തിന്റെ ഭാവി നിശ്ചയിക്കുന്നത് 2 തിരഞ്ഞെടുപ്പുകളായിരിക്കും. 2 അല്ല, ആദ്യ തിരഞ്ഞെടുപ്പ് ഇപ്പോൾ 1-2 മാസങ്ങൾക്കിടയിൽ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പാണ്. കേന്ദ്ര നേതൃത്വത്തിന്റെ ശക്തമായ നിലപാട് തന്നെയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുക എന്നത്. കാരണം 2014 മുതൽ 15 മുതൽ തന്നെ BJPക്ക് ശക്തമായ പ്രതീക്ഷയുള്ള ഒരു കോർപ്പറേഷനാണ് തിരുവനന്തപുരം. 2015 തെരഞ്ഞെടുപ്പിൽ അവർക്ക് 35 സീറ്റാണ് ലഭിച്ചത്. പിന്നീട് 2020 അത് തന്നെ ആവർത്തിച്ചു. ഇപ്പോൾ അടുത്ത 5 വർഷം കഴിഞ്ഞുള്ള തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ ഭരണം BJP പിടിക്കുക എന്നത് കേന്ദ്രത്തിന്റെ നിലപാടാണ്. അത് കൃത്യമായി തന്നെ കേന്ദ്രം നിരീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ തുടർച്ചയായ 2 മാസങ്ങളിൽ കേരളത്തിൽ അമിത്ഷാ വന്ന് പ്രവർത്തനങ്ങൾ വിലയിരുത്തി. ഇപ്പോൾ കഴിഞ്ഞ ഈ മാസം JP നഡ്ഡ വന്നു. അടുത്ത മാസവും സ്വാഭാവികമായും ഈ മാസം സ്വാഭാവികമായും ഏതെങ്കിലും അമിത്ഷാ അല്ലെങ്കിൽ നരേന്ദ്രമോദി അല്ലെങ്കിൽ നഡ്ഡ വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ അവർ വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പായി കാണുന്ന ഘട്ടം. അപ്പോൾ സ്വാഭാവികമായും അത് രാജീവിനും വളരെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിൽ രാജീവ് പരാജയമാണ് സംഭവിക്കുകയെങ്കിൽ അത് അദ്ദേഹത്തിന്റെ കേരളത്തിലെ രാഷ്ട്രീയ ഭാവിയെ ബാധിക്കും. തിരുവനന്തപുരവും തൃശ്ശൂരും കോർപ്പറേഷൻ പിടിച്ചെടുക്കുക, 100-ലധികം പഞ്ചായത്തുകൾ നേടുക, മുനിസിപ്പാലിറ്റി നേടുക, അങ്ങനെ കൃത്യമായ ലക്ഷ്യം വെച്ചാണ് അവർ മുന്നോട്ട് പോകുന്നത്. ഇത് ജനങ്ങൾക്കിടയിൽ എത്തിയോ, അതോ കോൺഗ്രസ് പ്രതിപക്ഷ ഭരണവിരുദ്ധ വോട്ടുകൾ മുഴുവൻ തങ്ങളുടെ പെട്ടിയിലാക്കുമോ? ഭരണവിരുദ്ധ വികാരം മുതലാക്കാൻ BJPക്കാണോ കഴിയുന്നത് എന്ന രീതിയിലേക്കുള്ള ഒരു വിലയിരുത്തലായിരിക്കും, മികച്ച പ്രതിപക്ഷം ആരാണെന്ന ഒരു വിലയിരുത്തലായിരിക്കും വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുകയാണെങ്കിൽ അത് രാജീവ് ചന്ദ്രശേഖറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഒരു തലയിലെ ഒരു പൊൻതൂവലായിരിക്കും. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതിനേക്കുള്ള ഒരു തയ്യാറെടുപ്പായി ഇതിനെ മാറ്റാൻ കഴിയും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 10-ലധികം മണ്ഡലങ്ങളാണല്ലോ BJP ലക്ഷ്യമിടുന്നത്. കാരണം അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്താണ് അവരുടെ ഇപ്പോൾ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട നേമം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം, പിന്നീട് തൃശ്ശൂർ അടക്കമുള്ള കാസർഗോഡിലെ ചില മണ്ഡലങ്ങൾ, അവിടെയെല്ലാം കൃത്യമായ സംഘടനാ പ്രവർത്തനങ്ങളും വ്യക്തമായി സ്ഥാനാർത്ഥിയെ വരെ അവർ മുൻകൂട്ടി നിശ്ചയിച്ചുള്ള പ്രവർത്തനവുമായാണ് ഭാവിയിൽ മുന്നോട്ട് പോകുന്നത്. അതിനിടയിലാണ് ഈ പാർട്ടിയിലെ തർക്കം. ഈ പാർട്ടിയിലെ തർക്കം കൊണ്ട് ഈ പാർട്ടിക്ക് എന്ത് ഗുണമുണ്ടായി? നിങ്ങൾ കോൺഗ്രസ്സുകാരെ കണ്ടുപഠിക്കണം. ആ പാർട്ടിയിൽ തമ്മിലടിയുണ്ട്, ഗ്രൂപ്പിസമുണ്ട്,
പക്ഷെ തെരഞ്ഞെടുപ്പ് കാലം ആകുമ്പോൾ, ഞാൻ സംസ്ഥാന നേതാക്കളുടെ കാര്യമല്ല പറയുന്നത്, പ്രാദേശിക നേതാക്കളുടെ കാര്യം, അവരെല്ലാ ഒത്തുതീർപ്പിലായി വിജയമാണ് ലക്ഷ്യം. അതിനു മുൻപ് സീറ്റിന് വേണ്ടിയുള്ള തമ്മിൽ തല്ലും, മുണ്ട് പറിച്ചടിയും, ഓഫീസിൽ തല്ലും, വെല്ലുവിളികളുമെല്ലാം നാം കാണാറുണ്ട്. പക്ഷെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയതിന് പിന്നാലെ അവർ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. മറിച്ച് BJP അധികാരമില്ല, MLA ഇല്ല, ഇപ്പോഴാണ് ഒരു MP ലഭിച്ചത്. അങ്ങനെയുള്ള ഒരു പാർട്ടിയാണ് കേരളത്തിൽ. ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടപ്പിലാക്കിയാൽ അടുത്ത് അത് ലഭിക്കാത്തവൻ ഈ നേതാവിനെ പരാജയപ്പെടുത്താൻ ശ്രമിക്കും. അത് നിങ്ങൾ അധികാരം കിട്ടി, അതല്ല CPM-നും കോൺഗ്രസിനും ചെയ്യാം. കാരണം അവർക്ക് അവരുടെ കയ്യിൽ അധികാരമുണ്ട്. അവർ അധികാര കസേരകളിൽ ഇരുന്ന് അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ളവരാണ്. മറിച്ച് അങ്ങനെ ധാരണയില്ലാത്ത പാർട്ടിയിൽ എങ്ങനെയാണ് ഈ പുഴുക്കുത്തുകൾ കടന്നു കയറിയത്? അത് തന്നെയാണ് ഈ കേരളത്തിൽ BJP-യുടെ ശാപവും. അപ്പോൾ അത്തരം നേതാക്കളെ ഒതുക്കുവാനുള്ള ഒരു ശ്രമം നടത്തുന്നത് കൊണ്ടാണോ രാജീവ് ചന്ദ്രശേഖറിനെതിരെ വിമർശനം ഉന്നയിക്കുക എന്നതെല്ലാം നമുക്ക് തെരഞ്ഞെടുപ്പ് സമയത്ത് അറിയാം. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന്റെ പ്രവർത്തനം, ഇപ്പോൾ കന്യാസ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, റഹീം അടക്കമുള്ളവർ, ബിട്ടാസ് അടക്കമുള്ളവർ പറന്നെത്തുകയാണ് ഛത്തീസ്ഗഡിലേക്ക്. BJP അടിക്കാനുള്ള വടി, BJP കേക്കുമായി ഓരോ പള്ളികളും കയറി ഇറങ്ങുന്നു. ഇനി നിങ്ങൾ അവിടെ ഇവരെ കേറ്റരുത് എന്ന രീതിയിലേക്കുള്ള വലിയ പ്രസ്താവനയുമായി CPM-ന്റെയും കോൺഗ്രസിന്റെയും നേതാക്കൾ ഓടിയെത്തിയെങ്കിൽ അവസാന ഘട്ടം അനൂപ് ആന്റണിയും ഷോൺ ജോർജും എത്തിയല്ലേ ആ കന്യാസ്ത്രീകളെ രക്ഷപ്പെടുത്തിയത്. രക്ഷപ്പെടുത്തി എന്ന് പറയുക മാത്രമാണോ? അവർ അവസാന ഘട്ടത്തിൽ ആ കന്യാസ്ത്രീകൾ രാജീവ് ചന്ദ്രശേഖറിന്റെ വസതിയിലെത്തി അദ്ദേഹത്തിന് നന്ദി പ്രകടിപ്പിച്ചില്ലേ? അദ്ദേഹത്തിന് നന്ദി പറഞ്ഞില്ലേ രക്ഷപ്പെടുത്തിയതിന്? അപ്പോൾ എന്തുകൊണ്ട് പിണറായി വിജയനെ കാണാൻ വന്നില്ല? ബ്രിട്ടാസും റഹീമും പോയിട്ട് അവർക്ക് രക്ഷപ്പെടുത്തിയത് അവരല്ല, അതാ കന്യാസ്ത്രീകൾക്ക് ബോധ്യമുണ്ട്. അതോടൊപ്പം തന്നെ കോൺഗ്രസ് നേതാക്കളല്ല രക്ഷപ്പെടുത്തിയത്. കാരണം കോൺഗ്രസിന് വലിയ അവിടെ റോളൊന്നുമില്ല. അവിടുത്തെ മുൻ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവും ഈ വിഷയത്തെക്കുറിച്ച് ഒരക്ഷരം വേണ്ടിയോ, കോൺഗ്രസ് ഒരക്ഷരം വേണ്ടിയോ, അവർ മൗനത്തിലായിരുന്നു. ഇവിടെ നിന്നാണ് പെട്ടിയും തൂക്കി അവർ ഛത്തീസ്ഗഡിലെത്തിയത്. അവിടുത്തെ നേതാക്കൾ മൗനത്തിലായിരുന്നു. പക്ഷെ BJP അത് കൃത്യമായി നിലപാടെടുത്തു. കേരളത്തിലെ നേതാക്കൾ അവിടെയുള്ള BJP മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും നേരിട്ട് കണ്ട് പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് മലയാളികൾക്ക് ഇത് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്, ഇത് പരിഹരിക്കണമെന്ന് പറഞ്ഞ് കൃത്യമായി ബോധ്യപ്പെടുത്തി കന്യാസ്ത്രീകളെ രക്ഷപ്പെടുത്തി. ഇതിനെതിരെ കേരളത്തിലെ ചില സംഘടനകളെല്ലാം, തീവ്ര ഗ്രൂപ്പുകളെല്ലാം BJP-ക്കെതിരെ, രാജീവിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. ഇതെല്ലാം തിരിച്ചടിയാകുമോ? അതിനെയെല്ലാം അതോ ന്യൂനപക്ഷത്തിന്റെ വോട്ട് തങ്ങളിലേക്ക് കൃത്യമായി എത്തിക്കാൻ രാജീവിന് കഴിയുമോ എന്നെല്ലാം നാം നോക്കിക്കാണണം. പക്ഷെ സംഘടനാപരമായി നോക്കുകയാണെങ്കിൽ പല പുതിയ നേതാക്കളെയും കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് 30 ജില്ല തിരിച്ച് സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ തന്നെ കമ്മിറ്റികളെല്ലാം രൂപീകരിച്ചു. ഇപ്പോൾ ആ കമ്മിറ്റികളിലേക്ക് യുവമോർച്ചയിലേക്കും മഹിളാ മോർച്ചയിലേക്കും എല്ലാം പ്രധാന ന്യൂനപക്ഷ മോർച്ചയിലേക്കുമെല്ലാം ഈ സാധാരണക്കാരായ പ്രവർത്തകരെ ഉൾപ്പെടുത്തുകയാണ്, യുവാക്കളെ ഉൾപ്പെടുത്തുകയാണ്, വനിതകളെ ഉൾപ്പെടുത്തുകയാണ്. ആ രീതിയിലേക്കുള്ള ഒരു വലിയ മാറ്റം ഉണ്ടാകുന്നു. ആ മാറ്റം വരുന്ന തെരഞ്ഞെടുപ്പിൽ വിജയം കൊയ്താൽ അത് രാജീവിന് ഗുണം, തോൽക്കുകയാണെങ്കിൽ രാജീവിന്റെ ഭാവി തുലാസിലേക്ക് പോകാനുള്ള വലിയ സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.